ഹലോ ക്രിക്കറ്റ്മേറ്റ്സ്. അപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക തമ്മിലുള്ള ആദ്യ ഏകദിന മത്സരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ടെസ്റ്റ് പരമ്പരയിൽ തോൽവിക്ക് ശേഷം ഇന്ത്യ ഇന്നലെ വൺ ഡേയിൽ ആദ്യ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ്. 17 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. രാഹുലായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ടോസ് ഇന്ത്യക്ക് വീണ്ടും നഷ്ടമാണ് ഉണ്ടായത്. ഇതുവരെയുള്ള മത്സരങ്ങൾ എടുത്താൽ ആകെ ഒരു തവണ മാത്രമേ ഇന്ത്യക്ക് ടോസ് ജയിക്കാനായുള്ളൂ. ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു. ജയ്സ്വാളും രോഹിത്തും കൂടിയാണ് ഇന്ത്യൻ ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. അതുപോലെ സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് ഓപ്പൺ ജാൻസണും നാന്ദ്രെ ബർഗറും ആയിരുന്നു. ആദ്യമേ തന്നെ ജയ്സ്വാൾ പുറത്താകാണ് ഉണ്ടായത്. 18 റൺസായിരുന്നു ജയ്സ്വാൾ പുറത്താകുമ്പോഴുണ്ടായിരുന്നത്. പിന്നീട് കോഹ്ലി 1 ഡൗൺ ആയി വരുന്നു. രോഹിത്തും കോഹ്ലിയും കൂടി നല്ലൊരു പാർട്ട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യുന്നു. ഇരുവരും ചേർന്ന് 136 റൺസ് പാർട്ട്ണർഷിപ്പാണ് ബിൽഡ് ചെയ്തത്. കോഹ്ലിയാണ് കുറച്ചുകൂടി അറ്റാക്കിങ്, രോഹിത്തിനാണ് കുറച്ചുകൂടി അറ്റാക്ക് ചെയ്ത് കളിച്ചത് കോഹ്ലിയാണെന്ന് പറയാം. രോഹിത്തിനെ ആദ്യമേ തന്നെ പുറത്താക്കാനുള്ളൊരു ചാൻസ് സൗത്ത് ആഫ്രിക്ക മിസ്സാക്കി ആയിരുന്നു. സ്കോർ ബോർഡ് ഒന്നിലേക്ക് രോഹിത്തിൻ്റെ ഒരു പുൾ ഷോട്ട് ടോണി ഡിസോസി ബൗണ്ടറി ലൈനിൽ മിസ്സാക്കിയാണ് ഉണ്ടായത്. 15ാം ഓവർ എറിയാൻ വന്ന സൗത്ത് ആഫ്രിക്കൻ സ്പിന്നർ സുബ്രായനെ 2 ബാക്ക് ടു ബാക്ക് 6 അടിച്ച് രോഹിത് ശർമ്മ തൻ്റെ ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്തെങ്കിലും സ്കോർ ബോർഡ് 57 നിൽക്കെ ജാൻസൻ്റെ ബോളിൽ LBW ഔട്ടാണ് ഉണ്ടായത്. പിന്നീട് വന്ന ഋതുരാജ് ഗേക്വാദിനും വാഷിംഗ്ടൺ സുന്ദറിനും കൂടുതലൊന്നും ഇന്നിങ്സിൽ ചെയ്യാൻ സാധിച്ചില്ല. ഇരുവരും നേരത്തെ തന്നെ ഔട്ടായി പോവുകയാണ് ഉണ്ടായത്. പിന്നാലെ രാഹുൽ വന്ന് കോഹ്ലിയുമായി നല്ലൊരു പാർട്ട്ണർഷിപ്പ്, ഇരുവരും ചേർന്ന് 74 റൺസിൻ്റെ ഒരു 5th വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യും. അങ്ങനെ വിരാട് കോഹ്ലി 38ാം ഓവറിൽ തൻ്റെ 52ാമത് ODI സെഞ്ചുറി പൂർത്തിയാക്കുകയാണ് ഉണ്ടായത്. സെഞ്ചുറി പൂർത്തിയാക്കിയ ശേഷം കോഹ്ലി തൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാണ് ഉണ്ടായത്. പിന്നീട് അങ്ങനെ ഒരു T20 മോഡിലാണ് കോഹ്ലിയുടെ ബാറ്റിങ്. അങ്ങനെ 120 പന്തിൽ 135 റൺസുമായാണ് കോഹ്ലി ഔട്ടാകുന്നത്. അപ്പോഴേക്കും ഇന്ത്യ സ്കോർ 250 കടന്നിരുന്നു. പിന്നീട് രാഹുൽ തൻ്റെ ഒരു സ്ലോ ഇന്നിങ്സ് കുറച്ചുകൂടി സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി നല്ലൊരു ഇന്നിങ്സ് ജഡേജയുമായി ചേർന്നൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുകയാണ് ഉണ്ടായത്. 65 റൺസാണ് ഇരുവരും കൂടിയുള്ള ഒരു പാർട്ട്ണർഷിപ്പ്. അങ്ങനെ ഇന്ത്യൻ സ്കോർ 349 അവസാനിക്കുകയാണ് ഉണ്ടായത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് 350 റൺസ് വിജയലക്ഷ്യമാണ്. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കോർബിൻ ബോഷ്, നാന്ദ്രെ ബർഗർ, മാർക്കോ ജാൻസൺ, അതുപോലെ ബാറ്റ്മാൻ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. അങ്ങനെ ഇന്ത്യയുടെ 350 റൺസ് എന്ന സ്കോർ ചേസ് ചെയ്യാനിറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് തകർച്ചയോടെയാണ് തുടക്കം. ആദ്യമേ തന്നെ ഡി കോക്കിനെയും റയാൻ റിക്കൽട്ടനെയും നഷ്ടമാവുകയാണ്. സൗത്ത് ആഫ്രിക്കൻ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കോം റിക്കൽട്ടൺ തന്നെയാണ്. ടെസ്റ്റ് ടൈമിൽ അതേ ഓപ്പണിംഗ് തന്നെയായിരുന്നു. ODIയിലും ഓപ്പണിംഗായി ഇറങ്ങിയത് റിക്കൽട്ടനും ഐഡൻ മാർക്കും ആയിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ഓപ്പണർ. 2ാം ഓവർ എറിഞ്ഞ ഹർഷിത് റാണ റിക്കൽട്ടനെയും അതുപോലെ തന്നെ 1 ഡൗണായി ഇറങ്ങിയ ക്വിൻ്റൺ ഡി കോക്കിനെയും പെട്ടെന്ന് 2 ഗോളിൽ എത്തിക്കാനുണ്ടായത്. പിന്നാലെ മാർക്കത്തിനെയും ഔട്ടാക്കിയതോടെ സൗത്ത് ആഫ്രിക്ക ഒരു പരാജയത്തിലേക്ക് കടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അവിടെ നിന്നും അസാമാന്യമായൊരു തിരിച്ചുവരവാണ് പിന്നെ നമ്മൾ കണ്ടത്. അതായത് സൗത്ത് ആഫ്രിക്ക സ്കോർ ഒരു 200 റൺസിന് താഴെ ഔട്ടായി പോകും എന്നൊരു കണക്കൂട്ടലിലായിരുന്നു. എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ടായിരുന്നു പിന്നെയുള്ള സൗത്ത് ആഫ്രിക്കയുടെ പോരാട്ടം. മാത്യു ബ്രെസ്കി ആൻഡ് ടോണി ഡിസോസി ഇരുവരും ചേർന്ന് 4ാം വിക്കറ്റിൽ ഒരു 66 റൺസ് പാർട്ണർഷിപ്പും, അതുപോലെ തന്നെ 5ാം വിക്കറ്റിൽ ഡ്യുവാൽ ബ്രൂയിസും മാത്യു ബ്രെസ്കി കൂടി ഒരു 55 റൺസിൻ്റെ പാർട്ണർഷിപ്പും. പിന്നാലെ തന്നെ 6ാം വിക്കറ്റിൽ മാർക്കോ ജാൻസണും മാത്യു ബ്രെസ്കിയും കൂടി വീണ്ടും ഒരു 90 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് കൂടി ബിൽഡ് ചെയ്തതോടെ കളി കൈവിട്ടുപോയി എന്ന് വിചാരിച്ച് ഇന്ത്യ നിന്നിരുന്ന സ്ഥാനത്താണ് കുൽദീപ് യാദവ് ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നത്. ഇരുവരെയും ഒരു ഓവറിൽ തന്നെ മടക്കി അയച്ചാണ് കുൽദീപ് യാദവ് ഇന്ത്യക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. പിന്നാലെ കോർബിൻ ബോഷ്, നമുക്കറിയാം ടെസ്റ്റിൽ ബൗമയോടൊപ്പം ചേർന്ന് അന്നൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തതാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ജയം കൈവിട്ടു പോയത്. ആ ഒരു ഇന്നിങ്സ് പോലെ ഇന്നലെയും കോർബിൻ ബോഷ് അവസാനം നിന്നൊരു പോരാട്ടം നടത്തി. പക്ഷെ അത് സൗത്ത് ആഫ്രിക്കയെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. കോർബിൻ ബോഷ് അവസാനം പുറത്താകുമ്പോൾ 60 റൺസായിരുന്നു കോർബിൻ ബോഷിൻ്റെ സമ്പാദ്യം. അങ്ങനെ ഒരു 1 സൈഡ് മാച്ചാണെന്ന് കരുതിയ മാച്ച് അവസാന ഓവർ വരെ എത്തിച്ച സൗത്ത് ആഫ്രിക്കൻ ടീമിനെ നമുക്ക് തീർച്ചയായും അഭിനന്ദിക്കാം. വളരെ നല്ലൊരു കളിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് യാദവ് 4, ഹർഷിത് റാണ 3 വിക്കറ്റും വീഴ്ത്തി.
വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അടുത്ത മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.